CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസ് അന്വേഷണം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതികളിലും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുമുള്ള എക്സാലോജിക് സൊല്യൂഷൻസ്, CMRL ആസ്ഥാനം എന്നിവയുൾപ്പെടെ 10ലധികം ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ഈ റെയ്ഡിന് പിന്നാലെ തിരുവനന്തപുരത്ത് നടന്ന അക്രമ സംഭവങ്ങൾ നിയമവാഴ്ചയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് ആരംഭിച്ചത് കരിമണൽ കമ്പനിയായ CMRL-ൽ നിന്ന് യാതൊരുവിധ സേവനങ്ങളും ലഭ്യമാക്കാതെ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി 1.72 കോടി രൂപ കൈപ്പറ്റിയെന്ന ഗുരുതരമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യമായി പുറത്തുവന്നത് 2019-ൽ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലൂടെയാണ്. CMRL വ്യാജമായ ചിലവുകൾ കാണിച്ചുകൊണ്ട് വലിയൊരു തുക വകമാറ്റിയെന്നും ആ തുകയുടെ ഒരു ഭാഗം രാഷ്ട്രീയ നേതാക്കൾക്കും വീണ വിജയന്റെ കമ്പനിക്കും കൈമാറിയെന്നും ഈ അന്വേഷണത്തിൽ വെളിപ്പെടുകയുണ്ടായി. ഇതിനെ തുടർന്ന് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഔദ്യോഗികമായി അന്വേഷണം ആരംഭിക്കുകയും ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന അന്വേഷണ നടപടികൾ തടയണമെന്നും സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കോടതി ആ ഹർജി തള്ളിക്കളഞ്ഞു. ഇതോടെയാണ് ED ഉദ്യോഗസ്ഥർ തടസ്സങ്ങളില്ലാതെ റെയ്ഡ് ഉൾപ്പെടെയുള്ള തുടർ അന്വേഷണ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. മെയ് 27 രാവിലെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാടക വസതിയിലും കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ വസതിയിലും കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക വസതിയിലുമടക്കം വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധന നടത്തിയിരുന്നു. ഈ റെയ്ഡ് നടപടികൾ പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെ തിരുവനന്തപുരത്ത് വെച്ച് വളരെ അപ്രതീക്ഷിതവും സംഘടിതവുമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തി ഇഷ്ടികളും ഇരുമ്പ് വടികളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾക്ക് നേരെ വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഈ സംഘർഷത്തിൽ 3 വാഹനങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെടുകയും ഒരു ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കേന്ദ്രസേനയായ CRPF ജവാന്മാരുടെ സുരക്ഷാ വലയത്തിനുള്ളിലായിരുന്നിട്ടും ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരമൊരു അക്രമം നടന്നത് വലിയ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഇത്രയും വലിയ അക്രമം അരങ്ങേറുമ്പോൾ പോലീസ് സേന കാര്യക്ഷമമായി ഇടപെടാതെ കാഴ്ചക്കാരായി നോക്കി നിന്നു എന്ന വ്യാപകമായ ആരോപണങ്ങളും ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അക്രമ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു. 25ഓളം പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് പെട്ടെന്നുണ്ടായ പ്രതിഷേധമല്ലെന്നും കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന സംഘടിത അക്രമമാണെന്നുമാണ് ED വിലയിരുത്തുന്നത്. റെയ്ഡിന്റെ ആദ്യ മണിക്കൂറുകളിൽ പ്രവർത്തകർ ആരും ഉണ്ടായിരുന്നില്ലെന്നും പിന്നീട് കൃത്യമായ നിർദ്ദേശം ലഭിച്ചതിനു ശേഷമാണ് സംഘം ചേർന്നതെന്നും തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ബംഗാളിലെ സമാന സംഭവങ്ങൾക്ക് ശേഷം അവിടെ CBI അന്വേഷണം നടന്നതുപോലെ കേരളത്തിലും അക്രമത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന ആവശ്യം ED ഉയർത്തിയേക്കും. നേതാക്കളുടെ ഫോൺ കോൾ റെക്കോർഡുകളും വാട്സ്ആപ്പ് ചാറ്റുകളും പരിശോധിക്കാനുള്ള നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലുണ്ട്. കേരളത്തിൽ അധികാരമാറ്റമുണ്ടായ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നുവെന്ന് ആരോപിച്ച് CPM രംഗത്തെത്തി. എന്നാൽ നിയമം എല്ലാവർക്കും തുല്യമാണെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നുമാണ് BJP അടക്കമുള്ള പാർട്ടികളുടെ നിലപാട്. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വലിയ ചർച്ചയായ ഈ വിഷയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ആയുധമായി തുടരുമെന്ന് ഉറപ്പാണ്. ജനാധിപത്യ സംവിധാനത്തിൽ നിയമ നടപടികളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഹൈക്കോടതി തന്നെ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ ഉത്തരവിട്ട സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികൾ നിയമപരമായ വഴിയിലൂടെ നീങ്ങുക എന്നത് ജനാധിപത്യ മര്യാദയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണം രാജ്യത്തിന്റെ ക്രമസമാധാനത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന കോടതിയുടെ നിരീക്ഷണം ഈ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. സത്യം പുറത്തുവരികയും കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവുകയും വേണമെന്നതാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. കേസിന്റെ വരും ദിവസങ്ങളിലെ പോക്ക് കേരളത്തിലെ അധികാര രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് ആകാംക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്.